ജനപ്രതിനിധികൾ, അത് പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അതല്ല മറ്റു മന്ത്രിമാരായിക്കോട്ടെ, അവർ 30 ദിവസം ജയിലിൽ കിടന്നാൽ സ്ഥാനം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് വലിയ ചർച്ചയൊക്കെ ആയത്. അമിത്ഷായുടെ നേരെ ഇതിൻ്റെ ബില്ലിൻ്റെ കോപ്പി എടുത്ത് കീറി എറിഞ്ഞു. ഇവിടെ ഇപ്പം ബീഹാർ ഉൾപ്പെടെ, അല്ലെങ്കിൽ തെലുങ്കാനയും ആന്ധ്രയും ഒക്കെ ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യത്തിൽ വന്നതോടുകൂടി ഒരു വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അത് എനിക്ക് ആ ചർച്ചയിൽ തന്നെ തോന്നിയത്, പാർലമെൻറ്റിൽ പ്രതിപക്ഷം വളരെ പ്രക്ഷുബ്ധമായി, സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിൻ്റെ ആശങ്ക നമുക്ക് മനസ്സിലാവും. ഇതൊരു പക്ഷേ ഇന്ത്യ ചരിത്രത്തിലെ ചരിത്രം കുറിക്കാവുന്ന ഒരു നിയമനിർമ്മാണമാണ് കേട്ടോ. ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ഈ ജനപ്രതിനിധികളുടെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനനേതാക്കളുടെ, ഭരണകർത്താക്കളുടെ കുറ്റകൃത്യങ്ങളെ ഒരിക്കലും പിടിക്കപ്പെടാറില്ല. ഇവൻ കുടുങ്ങും എപ്പോൾ അധികാരത്തിലെത്തിയില്ലെങ്കിൽ. അധികാരത്തിലെത്തിയാൽ രക്ഷപ്പെട്ടു. എത്തിയവൻ കുടുങ്ങിയ ചരിത്രം വളരെ വളരെ കുറവാണ്, അപൂർവമാണ്. അധികാരം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അധികാരം വലിയൊരു ഷീൽഡാണ്, വലിയൊരു കവചമാണ് അധികാരം. അപ്പോൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞവനെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംവിധാനം കുറവാണ്. ഇമ്പീച്ച് ചെയ്യാൻ സംവിധാനമില്ലല്ലോ. ഒന്നാലോചിച്ച്, തിരഞ്ഞെടുക്കപ്പെട്ടവനെ തിരിച്ചു പിടിക്കാൻ അവകാശമുണ്ടോ? 5 കൊല്ലം സഹിച്ചേ പറ്റുള്ളൂ. എത്ര ക്രിമിനലാണെങ്കിലും അവനെ ആളുകളെ കള്ളപ്പണം ഒഴുക്കി വോട്ട് പർച്ചേസ് ചെയ്ത് ജയിച്ചാലും ഒന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയും തിരിച്ചു വിളിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവകാശമില്ല. പടിഞ്ഞാറുള്ളതുപോലെ അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ ഇമ്പീച്ച് ചെയ്യാൻ അവകാശമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ ആകെ ഉണ്ടായിരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു പ്രതീക്ഷയായിരുന്നു, ഓർമ്മയുണ്ടോ, നമ്മുടെ ലോകായുക്ത. അതെ. അതിലിപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വലിയ തോതിൽ വെള്ളം ചേർത്ത് അത് നശിപ്പിച്ചു. ഇപ്പോൾ ലോകായുക്ത കൊണ്ട് എന്ത് ഗുണമുണ്ട്? ലോകായുക്തയുടെ ചെലവിലാണ് ഒരു മന്ത്രിയെങ്കിലും നമ്മളിവിടെ രാജിവെച്ചത്. അതെ. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനത്തിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ കുറ്റമറ്റതാക്കാനും അഴിമതിരഹിതമാക്കാനും അല്ലെങ്കിൽ കുറ്റവാളികളിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഉള്ള ഒരു കറക്റ്റീവ് മെഷറാണ് ഈ നിയമം എന്നാണ് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ആ നിയമത്തെ എതിർക്കുന്നത് ആരാണ്? ഇപ്പോൾ വലിയ പ്രക്ഷുബ്ധമായ രംഗങ്ങളാണ് ഉണ്ടാക്കിയത്. ആ നിയമം കൊണ്ട് ഒരു ഗുണമുണ്ടായി. ആ നിയമം കൊണ്ട് തലേന്ന് വരെ പാർലമെൻറ്റ് പ്രക്ഷുബ്ധമായിരുന്നു നമ്മുടെ വോട്ടർ പട്ടികയിൽ, ബീഹാറിലെ SIR, മറ്റേ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഉണ്ടായല്ലോ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദം. ആ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം, രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തൽ, ഇതൊക്കെയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് അത് അട്ടിമറിഞ്ഞു. എന്താ കാരണം വെച്ചാൽ ഈ ബില്ല് വന്നതോടുകൂടി എല്ലാവരും ഇതിൻ്റെ നേരെ. കാരണം എന്താണെന്നറിയോ? ലോക്സഭയിലെ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ തെറ്റ് തിരുത്തുന്നത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷെ ഈ ബില്ല് ഓരോ രാഷ്ട്രീയക്കാരുടെ നെഞ്ചത്തേക്ക് വരും. കാരണം ഓരോരുത്തർക്കും മുഖ്യമന്ത്രി പോയാൽ വേറൊരു കാര്യം ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രി അയോഗ്യനായാൽ മന്ത്രിമാർ മുഴുവൻ അയോഗ്യരാവും. അപ്പോൾ പല സംസ്ഥാനത്തെയും ഇത് ബാധിക്കാമെന്ന ആശങ്ക അവർക്കുണ്ട്. പിന്നെ BJP ഭരിക്കുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഏജൻസികളെ കൊണ്ട് കേസ് ഉണ്ടാക്കാം. ഏത് കേസുകൾ, പിടിക്കപ്പെടാത്ത കേസുകളിലും ചാർജ് ചെയ്യാം, ശിക്ഷിക്കാം. പ്രത്യേകിച്ചും അഴിമതി കേസുകളിലൊക്കെ ഈ ബില്ലെന്താ പറയുന്നത്? 30 ദിവസത്തേക്കെങ്കിലും ശിക്ഷിക്കാവുന്ന ഒരു കേസിൽ ഒരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പിടിക്കപ്പെട്ടാൽ, ശിക്ഷിക്കപ്പെട്ടാൽ, പിന്നെ അവർ അടുത്ത 5 കൊല്ലത്തേക്ക് രാഷ്ട്രീയത്തിൽ പോലും പാടില്ല, മത്സരിക്കാൻ പാടില്ല, മാറി നിൽക്കണം. നല്ല നടപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു അതും കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആ 5 കൊല്ലത്തെ പണിഷ്മെൻറ്റ് കൊടുത്താൽ പോരാ. അത് വളരെ വളരെ ചെറിയ കാലാവധിയാണ്. ഈ ടേമിൽ ഞാനില്ല, അടുത്ത ടേമിൽ ഞാൻ വന്നോളാം എന്ന് പറയും പോലെ ഉള്ളൂ. അത് സത്യത്തിൽ ഈ ബില്ല് വന്നപ്പോൾ അതിൽ നല്ല ഭേദഗതികളാണ് നിർദ്ദേശിക്കേണ്ടിയിരുന്നത്. നല്ല ഭേദഗതികൾ. ഇപ്പോൾ ഉദാഹരണത്തിന് 2 കാര്യത്തിലെങ്കിലും ഭേദഗതി വേണം. ഒന്ന്, ഈ അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ ഇവൻ തിരിച്ചു വന്ന് വീണ്ടും മത്സരിച്ചോട്ടെ എന്ന ഒരു ടേം നല്ലതാണോ? അത് ആലോചിക്കേണ്ടതാണ്. അത് പോരാ, അതാണല്ലോ പറയേണ്ടത്. ഈ നിയമം കൊണ്ടുവരുമ്പോൾ ഇത് കുറെ കൂടി സ്ട്രോങ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ രംഗത്ത് വരേണ്ടത്. അത് വന്നില്ല. ഇനി വേറൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. ഇതിലെ ഒരു ഭേദഗതി എന്ന് പറയുന്നതിൽ ഒരു ആശങ്ക, കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ലക്ഷ്യം വെക്കുന്നത് BJPയോ അല്ലെങ്കിൽ NDA മുഖ്യമന്ത്രിമാരെ ആവില്ല, NDA മന്ത്രിമാരെ ആവില്ല എന്നൊരു ധാരണ വരുമല്ലോ. അപ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയുമാണ് ലക്ഷ്യം വെക്കുന്നത്. അവർക്കെതിരായി ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ട്, പല സംസ്ഥാനത്തും ഉണ്ടല്ലോ, അന്വേഷണം നടത്തിയിട്ട് കേസെടുക്കാം. കേസെടുത്തു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഇത് BJP ഇതര, NDA ഇതര മുഖ്യമന്ത്രിമാരുടെ അല്ലെങ്കിൽ അത്തരം സംസ്ഥാനങ്ങളെയാണ് ഇത് ബാധിക്കുക എന്നൊരു
കേസ് വന്ന ഒരു ധാരണ വന്നല്ലോ. ആ ധാരണയിലാണ് ഇവർ കയർക്കുന്നത്. ആ ധാരണയിലാണ് ഇവരിതിനെ പൊട്ടിത്തെറിച്ച് എതിർക്കുന്നത്, അന്ധമായി എതിർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ചില ഭേദഗതികൾ വേണ്ടി വരും. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര ഏജൻസികൾ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ വിധി പ്രഖ്യാപിച്ചാൽ ആ വിധിക്ക് അപ്പീൽ ഉണ്ടാവണം. ആ വിധി സുപ്രീം കോടതി വരെ അപ്പീൽ വന്നിട്ട് മാത്രമേ, രാഷ്ട്രീയ പ്രേരിതമല്ല ഈ കേസ്, ജെനുവിനാണ്, സബ്സ്റ്റാൻഷ്യൽ വസ്തുനിഷ്ഠമാണ് എന്ന് കോടതികൾ വിധി എഴുതിയിട്ട് മാത്രമേ ഇത് നടപ്പാക്കാവൂ. അങ്ങനെ ഒരു ഭേദഗതി വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പോൾ അതൊന്നും കൊണ്ടുവരാതെ അന്ധമായിട്ട് എതിർക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷം ചെയ്യുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക വളരെ ന്യായമാണ്. ഇവരൊക്കെ തന്നെ കുറ്റവാളികളാണെന്നല്ല ഇതിൻ്റെ അർത്ഥം. 30 ദിവസത്തേക്ക് പോയിട്ട് 30 കൊല്ലത്തേക്ക് പോലും ശിക്ഷിച്ചാൽ തീരാത്ത കുറ്റങ്ങൾ ഇവരൊക്കെ ചെയ്യുന്നുണ്ടെന്നല്ല ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഈ കുറ്റവിമുക്തമാക്കാനുള്ള ഒരു പോസിറ്റീവായ ഡ്രൈവാണ് ഈ നിയമനിർമ്മാണം. 3 ബില്ലുകളിൽ ഒന്നാണ് കേട്ടോ അത്. മറ്റ് 2 ഒന്ന് നമ്മുടെ യൂണിയൻ ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ബില്ലുകൾ അവിടെ ഇരിക്കട്ടെ, അതിനെക്കുറിച്ചല്ല ചർച്ച, അതിനോടല്ല എതിർപ്പുള്ളത്. പക്ഷേ 3 ബില്ലുകൾ ഒരുമിച്ച് അമിത്ഷാ അവതരിപ്പിച്ചപ്പോൾ ഈ ബില്ല് ആദ്യം വന്നതുകൊണ്ട് പിന്നെ എതിർപ്പേ ഉള്ളൂ. മറ്റേ ബില്ല് കേൾക്കാൻ പോലും ആരും തയ്യാറായില്ല. ആ ബില്ലുകളൊക്കെ വരട്ടെ. ഞാൻ പറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആവശ്യമില്ല എന്നാണോ നമ്മുടെ രാഷ്ട്രീയക്കാർ വിചാരിക്കുന്നത്? നമ്മുടെ രാഷ്ട്രീയക്കാർ കുറ്റകൃത്യങ്ങൾ നടത്തുന്നില്ലേ? ആരാണ് രക്ഷിക്കുന്നത് എന്നാലോചിച്ച് നോക്കൂ. ഇപ്പോൾ പലരുടെയും ഒരു ധാരണ, പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു പാർട്ടിക്കാരൻ കേസിൽപ്പെട്ടാൽ ആരാ രക്ഷിക്കുന്നത്? ഒന്നുകിൽ പ്രതിപക്ഷം രക്ഷിക്കും. പ്രതിപക്ഷം അതല്ലാതെ ഏറ്റെടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഈ നെക്സസ് എന്ന് പറയുന്ന അതാണ്. ഭരണകക്ഷി കുറ്റം ചെയ്യുമ്പോൾ പ്രതിപക്ഷം മൂടി വെക്കും. ഇനി ആ പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ ഇവർ തിരിച്ചും മൂടി വെക്കും. അതിനാണല്ലോ പരസ്പരം രക്ഷപ്പെടുത്തുന്ന പരസ്പര സഹായ സംഘമായി അവർ വർത്തിക്കുകയാണ്. BJP ഒരു ബോൾഡായ സ്റ്റെപ്പാണ് എടുത്തത്. കാരണം BJPക്ക് വേണമെങ്കിൽ, BJPക്കാണ് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുള്ളത്, BJPക്കാണല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ ഒക്കെ BJPക്ക്. അതുണ്ടായിട്ടും അവർ ആ നിയമം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ, നല്ല കുറ്റകൃത്യങ്ങൾ രംഗത്ത് വരട്ടെ, ഞങ്ങളുടെ കൂട്ടത്തിലും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ശിക്ഷ വരട്ടെ, ശിക്ഷ വന്നാൽ അവരെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ, പാർട്ടികൾക്ക് ന്യായമാണല്ലോ മാറ്റി നിർത്താൻ. കുറ്റവാളിയായ ഒരാൾ ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നേതൃത്വത്തിൽ വന്നാൽ പെട്ടെന്ന് അന്യായമായി മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അപ്പം മാറ്റി നിർത്താൻ കാരണങ്ങൾ ഉണ്ടാവട്ടെ. രാഷ്ട്രീയം ശുദ്ധീകരിക്കാനുള്ളൊരു നീക്കം BJPയും ആത്മാർത്ഥമാണെങ്കിൽ അതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, തീർച്ചയായിട്ടും. അപ്പോൾ ആ അവസരം ഉപയോഗിക്കാതെ, ഇതിനകത്ത് ആവശ്യമായ ഭേദഗതികൾ നിർദ്ദേശിക്കാതെ, ഇനി അവസരമുണ്ട്. ഈ നിയമം ഇപ്പോൾ ആർക്ക് വിട്ടു? JPCക്ക് വിട്ടു. 21 പേര് ലോക്സഭയിൽ നിന്നും 10 പേര് രാജ്യസഭയിൽ നിന്നും ചേർത്ത് 31 പേരുള്ള JPC, എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ അതിലുണ്ടാവും. ഇന്ന് വന്നിരിക്കുന്ന വാർത്ത ഇതിനകത്ത് വേറെ ഒരു ഹിഡൻ അജണ്ട കൂടി ഉണ്ട് എന്നാണ്. അതെന്താന്ന് വെച്ചാൽ, ഈ നിയമം വന്നാൽ ബാധിക്കാവുന്ന മുഖ്യമന്ത്രിമാരിൽ NDAക്കകത്ത് തന്നെയുള്ള ചില മുഖ്യമന്ത്രിമാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബീഹാറിലെ നിതീഷ് കുമാർ, ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു, ഈ 2 മുഖ്യമന്ത്രിമാരെ മാറ്റി നിർത്തണമെന്ന് പല കാരണങ്ങളാൽ BJP പോലും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നായിഡുവിൻ്റെ കേസിൽ അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ മാറ്റി നിർത്താൻ അവർക്ക് പറ്റുന്നില്ല. എന്ത് പറഞ്ഞ് മാറ്റും? ഇവരൊന്നും ഇപ്പോൾ ഒരു പാർട്ടി തീരുമാനിക്കണം. നിതീഷ് കുമാറിൻ്റെ പാർട്ടി ജനതാദൾ U അവർ പ്രഖ്യാപിക്കണം. ഇപ്പോൾ 65 വയസ്സ്, 70 അല്ലെങ്കിൽ 75 വയസ്സ്, ഒരു പ്രായപരിധി കഴിഞ്ഞാൽ മാറി നിൽക്കണമെന്ന് അവർ തീരുമാനിക്കണ്ടേ? അവർ പാർട്ടി തീരുമാനിക്കാത്ത കാലത്തോളം ഇവർക്ക് മാറ്റി നിർത്താൻ പറ്റും. ഘടകകക്ഷിക്ക് പറയാൻ പറ്റും, BJPക്ക് പറയാൻ പറ്റുമോ? നിതീഷ് കുമാറിനെ പറ്റില്ല എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ബീഹാറിൽ പറഞ്ഞാൽ ഭരിക്കാൻ പറ്റില്ല, BJPക്ക് ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ ചില മുഖ്യമന്ത്രിമാരെ ലക്ഷ്യമിട്ടാണ്. ഇപ്പോൾ എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ, ഈ നിയമം പാസ്സായി കഴിഞ്ഞാൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ മതി. നിസ്സാരമായൊരു കേസ്, 1 മാസം തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ മതി. അത് കേന്ദ്രത്തിന് എളുപ്പമാണ്, ബീഹാറിലും അത് ചെയ്യിക്കാൻ എളുപ്പമാണ്. ധാരാളം ചാർജുകൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ട് താനും. ഇത് മാത്രമല്ല, അതൊരു സംശയം ചോദിച്ചോട്ടെ. അതായത് ചില ആളുകൾക്ക് ഇനി ഭാവിയിൽ മോഹം ഉണ്ടാവില്ല. ഇപ്പം നിതീഷ് കുമാർ ഇനി അടുത്ത തവണ മുഖ്യമന്ത്രിയാകാൻ മോഹം ഉണ്ടാവും. മറ്റു ചില ആളുകൾക്ക് മറ്റു മന്ത്രിമാരാകാൻ മോഹം ഉണ്ടാവും. അത് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കില്ല ഈ ബില്ലിനെ ഇവർ തീർച്ചയായിട്ടും അത്തരം സാധ്യതകളൊക്കെ ഇതിനകത്തുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ പത്രവാർത്ത, ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്ന വാർത്ത അനുസരിച്ച് ഈ ബില്ലിനെ വളരെ കരുതലോടെ കാണുന്നത് ഈ 2 പാർട്ടികളാണ്, നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും. അവർ പാർലമെൻറ്റിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഈ കോലാഹലമൊക്കെ ഉണ്ടായിട്ടും ഭരണപക്ഷത്തെ പ്രതിരോധിക്കാൻ അവർ ഈ കേസിൽ വന്നിട്ടില്ല. മറ്റേ കേസിൽ വന്നു.
ഈ വോട്ടർ പട്ടികയിലെ അഴിമതി, ഈ ക്രമക്കേട് വന്നു, ഇതിൽ വന്നില്ല. 2, ഇനി JPCയിൽ അവർ ഈ 2 പാർട്ടികൾ എന്ത് നിലപാടെടുക്കുമെന്ന് വളരെ നിർണായകമാണ്. JPCയിൽ അവരുകൂടി ഈ ബില്ലിന് എതിരായിട്ട് വന്നാൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധികളുണ്ടാവും. ആകെ 31 പേരിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധികളും ഉണ്ടാവും. ഈ 2 കക്ഷികളുടെ പ്രതിനിധികളും കൂടി വന്നാൽ JPCയിൽ പോലും ഈ ബില്ല് പരാജയപ്പെട്ടു പോകാനുമുള്ള സാധ്യതയുണ്ട് എന്നാണ് എന്ത്. അതുകൊണ്ട് ഇന്ത്യയിലെ പാർലമെൻ്ററി ചരിത്രത്തിലെ രാഷ്ട്രീയം ശുദ്ധീകരിക്കാൻ വേണ്ടി നടന്ന ഒരു നീക്കത്തെ കൂടെ നിൽക്കുന്നവർ തന്നെ പരാജയപ്പെടുത്തി എന്ന് ചരിത്രം പറയാൻ ഇടയാക്കും എന്നാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും കൗതുകം നിറഞ്ഞ ഒരു നിയമനിർമ്മാണം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.